Hi dears, welcome to Indo Learning. അഞ്ചാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് തേർഡ് യൂണിറ്റിൽ പെട്ട ദ മൂൺ എന്ന മനോഹരമായ ഒരു കവിതയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. ഓക്കെ ഡിയേഴ്സ്, നമുക്ക് കവിതയിലേക്ക് പോകാം. നമ്മുടെ തേർഡ് യൂണിറ്റിന്റെ പേര് ടെൻഡർ ഷൂട്ട്സ്. ടെൻഡർ എന്നാൽ ഇളം, ഷൂട്ട്സ് എന്നാൽ തളിരുകൾ അഥവാ മുകുളങ്ങൾ എന്നാണ് അർത്ഥം. ടെൻഡർ ഷൂട്ട് ഇളം തളിരുകൾ അഥവാ ഇളം മുകുളങ്ങൾ. ലുക്ക് അറ്റ് ദിസ് പിക്ചർ. മനോഹരമായ ഒരു ചിത്രമാണിത്. ഇവിടെ ഒരു അച്ഛനും മകളും പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നത് കാണാം. ഇവിടെ റെയിൻബോ മഴവില്ലുണ്ട്, മൗണ്ടെയിൻ പർവ്വതമുണ്ട്, ട്രീസ് മരങ്ങളുണ്ട്, റിവർ പുഴയുണ്ട്, ഫ്ലവേഴ്സ് പ്ലാന്റ്സ് ചെടികളും പൂക്കളുമുണ്ട്. മനോഹരമായ ഒരു പ്രകൃതി ദൃശ്യമാണ് ഇത്. ഇനി നമുക്ക് ഇവിടെ ഈ ചിത്രത്തിന്റെ തൊട്ടു താഴെ നമുക്ക് വാങ്ങാരി മാതായിയുടെ ഒരു കോട്ട് അഥവാ ഉദ്ധരണിയുണ്ട്. നമുക്ക് നോക്കാം. വാങ്ങാരി മാതായി. ആരാണ് വാങ്ങാരി മാതായി? വാങ്ങാരി മാതായി ആഫ്രിക്കയിൽ ജനിച്ച ഒരു പരിസ്ഥിതി പ്രവർത്തകയും സാമൂഹിക പ്രവർത്തകയുമാണ്. കൂട്ടുകാർ അവരെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും. പ്രകൃതിയെ സംരക്ഷിക്കാൻ ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് എന്ന ഒരു സംഘടനയുണ്ടാക്കി അവരും അവരോടൊന്നിച്ചുള്ള സ്ത്രീകളും ചേർന്ന് ധാരാളം മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അവർ ശാന്തി നൊബേൽ സമ്മാനം നേടിയ ആദ്യത്തെ ആഫ്രിക്കക്കാരിയും കൂടിയാണ്. 2011 അവർ ഈ ലോകത്തോട് വിട പറഞ്ഞു. നമുക്ക് അവരുടെ കോട്ട് ഉദ്ധരണി ഒന്ന് നോക്കാം. വെൻ വി പ്ലാന്റ് എ ട്രീ വി പ്ലാന്റ് ഹോപ്പ്. പ്ലാന്റ് എന്നാൽ നടുക എന്നാണ് അർത്ഥം. വെൻ വി പ്ലാന്റ് എ ട്രീ, നമ്മൾ ഒരു മരം നടുമ്പോൾ, വി പ്ലാന്റ് നമ്മൾ നടുന്നത് ഹോപ്പ് പ്രതീക്ഷയാണ്. അതായത് നമ്മൾ ഒരു മരം നടുമ്പോൾ നമ്മൾ പ്രതീക്ഷയാണ് നടുന്നത്. മരം നമുക്ക് പ്രാണവായുവും അഭയവും ഭക്ഷണവും കുളിരും മഴയും ഒക്കെ നൽകും. അത് നമ്മുടെ പ്രതീക്ഷ കൂടിയാണ്. നെക്സ്റ്റ് പേജ്. ഹിയർ വി ക്യാൻ സീ എ ബ്യൂട്ടിഫുൾ പിക്ചർ. ഈ ചിത്രത്തിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കൂ. സ്ക്വിറൽ, ബേർഡ്, ഫ്രൂട്ട്, ഡ്രാഗൺ ഫ്ലൈ തുമ്പി, ബഗ് മൂട്ട, ഫ്ലവേഴ്സ് പ്ലാന്റ്, ബട്ടർഫ്ലൈ ഹിൽ മല, ഡക്ക് താറാവ്, ഡോഗ് ഗ്രാസ് ഹോപ്പർ പുൽച്ചാടി, ഫ്രോഗ് തവള, ഫിഷ് ഇൻ ദ പോണ്ട് കുളത്തിൽ മത്സ്യം ഉണ്ട്. നോക്കൂ, നമുക്കിവിടെ കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് ഡു യു സീ ഇൻ ദ പിക്ചർ? ചിത്രത്തിൽ നിങ്ങൾ എന്തൊക്കെയാണ് കാണുന്നത്? നമ്മൾ ചിത്രത്തിൽ കണ്ടല്ലോ. അപ്പൊ നമുക്ക് പറയാം ഐ സീ എ സ്ക്വിറൽ. അപ്പോൾ നമ്മൾ തൊട്ട് മുകളിൽ കണ്ട എല്ലാം നമുക്ക് ചേർത്ത് പറയാം. ഐ സീ എ സ്ക്വിറൽ. പിന്നീട് കണ്ടതെല്ലാം നമുക്ക് ചേർത്ത് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ ഡു യു ഫീൽ? നിങ്ങൾക്ക് എന്താണ് ഈ ചിത്രം കാണുമ്പോൾ തോന്നുന്നത്? ഇറ്റ് ലുക്സ് ബ്യൂട്ടിഫുൾ. ഇത് മനോഹരമായി കാണപ്പെടുന്നു. ഐ ഫീൽ ഹാപ്പി. എനിക്ക് സന്തോഷം അനുഭവപ്പെടുന്നു. നെക്സ്റ്റ് വൺ. Can we think of nature as our friend? Think എന്നാൽ ഇവിടെ കരുതുക എന്നാണ് അർത്ഥം. പ്രകൃതിയെ നമ്മുടെ സുഹൃത്തിനെ പോലെ നമുക്ക് കരുതാമോ? Why? എന്തുകൊണ്ട്? സംശയിക്കേണ്ട. Yes, nature is our friend. പ്രകൃതി നമ്മുടെ സുഹൃത്താണ്. Because കാരണം it gives us what we need to live. നമുക്ക് ജീവിക്കാനുള്ള എല്ലാം അത് നമുക്ക് തരുന്നു. ലൈക്ക് എയർ, വാട്ടർ, ഫുഡ് എക്സെട്ര. വായുവും വെള്ളവും ഭക്ഷണവും എല്ലാം തരുന്നു. ഇവിടെ നമുക്ക് ഒരു കൊച്ചു കവിതയുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഹിയർ ദ ബോയ് ഈസ് വെരി ഹാപ്പി. നമുക്ക് കാണാം ഇവിടെ ഈ ആൺകുട്ടി വളരെ സന്തോഷത്തിലാണ്. ആൻഡ് ഈ സിംഗിങ് എ സോങ്. സന്തോഷം കൊണ്ട് അവൻ എന്ത് ചെയ്യുന്നുണ്ട്? പാട്ട് പാടുകയാണ്. എന്താണ് അവന്റെ പാട്ട് എന്ന് നോക്കൂ. ഓ ലിറ്റിൽ ബട്ടർഫ്ലൈ. അല്ലയോ ചെറിയ ചിത്രശലഭമേ, കം വരൂ ആൻഡ് പ്ലേ വിത്ത് മീ. എന്റെ കൂടെ
കളിക്കൂ. The day is bright. പ്രകാശമുള്ള തെളിഞ്ഞ ദിവസം. The sky is blue. നീലാകാശം. തെളിഞ്ഞ പ്രകാശമുള്ള നീലാകാശമുള്ള ദിവസം. അതായത് ഒരു വസന്തകാലത്തിലെ പകലായിരിക്കാം. കം വരൂ and sing with me. എന്റെ കൂടെ പാടൂ. ആദ്യം അവൻ പറഞ്ഞത് ആരോടാണ്? ബട്ടർഫ്ലൈനോട്. രണ്ടാമത് പറയുന്നത് ആരോടാണെന്ന് നോക്കൂ. ഹേ ലിറ്റിൽ ഗ്രാസ് ഹോപ്പർ. ഗ്രാസ് ഹോപ്പർ എന്നാൽ പുൽച്ചാടി. ഹേ ചെറിയ പുൽച്ചാടി, കം വരൂ ആൻഡ് ഡാൻസ് വിത്ത് മീ. എന്റെ കൂടെ നൃത്തം ചെയ്യൂ. ഫ്രണ്ട്സ് വി ഹാവ്. ദാറ്റ് മീൻസ് വി ഹാവ് ഫ്രണ്ട്സ്. നമുക്ക് സുഹൃത്തുക്കളുണ്ട്. ഓൾ എറൗണ്ട്, ചുറ്റിലും. നമുക്ക് ചുറ്റിലും സുഹൃത്തുക്കളുണ്ട്. ഈച്ച് ആൻഡ് എവരിത്തിങ് ഇൻ ദ നേച്ചർ ഈസ് അവർ ഫ്രണ്ട്. ഈ പ്രകൃതിയിലെ ഓരോ ജീവജാലങ്ങളും നമ്മുടെ സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് നെവർ ഫീൽ എഫ്രൈഡ്. ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല. അതായത് ഈ കൊച്ചു കവിത നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പൂക്കളും ചെടികളും മരങ്ങളും പക്ഷികളും പ്രാണികളും മൃഗങ്ങളും പുഴകളും ആകാശവും നമ്മുടെ സ്നേഹമുള്ള സുഹൃത്തുക്കളാണ്. ഇവരെ നമുക്ക് സ്നേഹിക്കാം. സിംഗ് ദി സോങ് എലോങ് വിത്ത് യുവർ ടീച്ചർ. നിങ്ങളുടെ അധ്യാപകന്റെ കൂടെ ഈ പാട്ട് പാടൂ. നമുക്കിനി നമ്മുടെ കവിതയിലേക്ക് പോകാം. ഹിയർ ഈസ് എ പോം ദാറ്റ് ഷോസ് ഹൗ നേച്ചർ. നേച്ചർ എന്നാൽ പ്രകൃതി. നേച്ചർ ഈസ് എ ഗുഡ് കമ്പേനിയൻ. കമ്പേനിയൻ എന്നാൽ സുഹൃത്ത്, സ്നേഹിതൻ. ആൻഡ് ഗാർഡിയൻ. ഗാർഡിയൻ എന്നാൽ രക്ഷിതാവ്. അതായത് പ്രകൃതി എങ്ങനെ ഒരു നല്ല സുഹൃത്തും നല്ല രക്ഷിതാവുമാകുന്നത് എന്നാണ് ഈ കവിതയിൽ നമുക്ക് കാണിച്ചു തരുന്നത്. നമ്മുടെ കവിതയുടെ പേരെന്താണ്? ദ മൂൺ, ചന്ദ്രൻ. ദ മൂൺ ഹാസ് എ ഫേസ് ലൈക്ക് ദ ക്ലോക്ക് ഇൻ ദ ഹോൾ. ദ മൂൺ ഹാസ് ഉണ്ട്, എന്തുണ്ട്? എ ഫേസ്. ചന്ദ്രന് ഒരു മുഖമുണ്ട്. ലൈക്ക് പോലെ. ഏതുപോലെയാണ്? ദ ക്ലോക്ക് ഇൻ ദ ഹോൾ. ഹോളിലെ ക്ലോക്കിനെ പോലെ ചന്ദ്രന് ഒരു മുഖമുണ്ട്. ചന്ദ്രന്റെ മുഖം ഹോളിലെ ക്ലോക്കിന്റെ മുഖം പോലെയാണ്. അതായത് രണ്ടും വൃത്താകൃതിയിലാണ്. ഷീ എന്നാൽ അവൾ. അവൾ എന്നാൽ ഇവിടെ അർത്ഥം മൂൺ എന്നാണ്. സൂര്യനെ പുരുഷനായും ചന്ദ്രനെ സ്ത്രീയായിട്ടുമാണ് കവികൾ കാണാറുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ ഷീ എന്ന് ചന്ദ്രന് പകരമായി പറഞ്ഞത്. അവൾ, അതായത് ചന്ദ്രൻ ഷൈൻസ്, പ്രകാശിക്കുന്നു. എവിടെയൊക്കെയാണ് ഷൈൻ ചെയ്യുന്നത്, പ്രകാശിക്കുന്നതെന്ന് നോക്കൂ. ഓൺ തീവ്സ്, കള്ളന്മാരുടെ മുകളിൽ. എവിടെയുള്ള? ഓൺ ദ ഗാർഡൻ വാൾ. വാൾ എന്നാൽ മതിൽ എന്നാണ് അർത്ഥം. ഓൺ ദ ഗാർഡൻ വാൾ, പൂന്തോട്ടത്തിലുള്ള മതിലിന് മുകളിൽ നിൽക്കുന്ന കള്ളന്മാരുടെ മുകളിലും. ഓൺ സ്ട്രീറ്റ്സ്, സ്ട്രീറ്റ്സ് എന്നാൽ തെരുവുകൾ, തെരുവുകളിലും. ആൻഡ് ഫീൽഡ്സ്, ഫീൽഡ്സ് എന്നാൽ പാടങ്ങൾ, വയലുകൾ എന്നർത്ഥം, പാടങ്ങളിലും. ആൻഡ് ഹാർബർ ക്യൂസ്, ഹാർബർ എന്നാൽ തുറമുഖം, ക്യൂസ് എന്നാൽ കപ്പലിൽ നിന്ന് ചരക്ക് ഇറക്കുകയും കയറ്റുകയും ചെയ്യുന്ന സ്ഥലം. ഹാർബർ ക്യൂസ്, തുറമുഖത്ത് കപ്പലിൽ നിന്നും ചരക്കുകൾ ഇറക്കുകയും കയറ്റുകയും ചെയ്യുന്ന സ്ഥലത്തും. ആൻഡ് കൂടാതെ ബേഡീസ്, ബേഡീസ് മീൻസ് ബേർഡ്സ്, പക്ഷികൾ. എസ്ലീപ്പ്, ഉറങ്ങുന്ന. എവിടെ ഉറങ്ങുന്ന? ഇൻ ദ ഫോർക്സ്. ഫോർക്സ് എന്നാൽ മരത്തിന്റെ കൊമ്പുകൾ കൂടിച്ചേരുന്ന സ്ഥലം. ഇൻ ദ ഫോർക്സ് ഓഫ് ദി ട്രീസ് എന്നാൽ മരക്കൊമ്പുകൾക്കിടയിൽ. മരക്കൊമ്പുകൾക്കിടയിൽ ഉറങ്ങുന്ന പക്ഷികൾക്ക് മേലെയും പ്രകാശിക്കുന്നു. കവിതയിൽ പാരഗ്രാഫ് എന്നത് സ്റ്റാൻസ എന്നാണ് പറയുക. ഈ കവിതയിൽ 4 വരികളുള്ള 3 സ്റ്റാൻസകളാണ് ഉള്ളത്. ഫസ്റ്റ് സ്റ്റാൻസ എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് കൂടി നോക്കാം. ചന്ദ്രന്റെ മുഖം ഹോളിലെ ക്ലോക്കിന്റെ മുഖം പോലെയാണ്. മതിലിന് മുകളിൽ നിൽക്കുന്ന
കള്ളന്മാരുടെ മുകളിലും തെരുവുകളിലും വയലുകളിലും തുറമുഖത്ത് നിന്നും ചരക്കിറക്കുകയും കയറ്റുകയും ചെയ്യുന്ന സ്ഥലങ്ങളിലും മരക്കൊമ്പുകൾക്കിടയിൽ ഉറങ്ങുന്ന പക്ഷികളുടെ മുകളിലും ചന്ദ്രൻ പ്രകാശിക്കുന്നു. അഥവാ ചന്ദ്രന്റെ ശീതളമായ പ്രകാശകിരണങ്ങൾ ചൊരിയുന്നു. നെക്സ്റ്റ് സ്റ്റെൻസ, ദ സ്കോളിംഗ് കാറ്റ്. സ്കോളിംഗ് എന്നാൽ ചീറ്റുന്ന എന്നാണ് അർത്ഥം. ദ സ്കോളിംഗ് കാറ്റ് ചീറ്റുന്ന പൂച്ചയും ആൻഡ് സ്ക്വീക്കിംഗ് മൗസ്. സ്ക്വീക്കിംഗ് എന്നാൽ കിറുകിറ ശബ്ദത്തിൽ കരയുന്ന എന്നാണ് അർത്ഥം. കിറുകിറ ശബ്ദത്തിൽ കരയുന്ന എലിയും ദ ഹൗളിംഗ്. ഹൗളിംഗ് എന്നാൽ കുരയ്ക്കുന്ന എന്നാണ് അർത്ഥം. ദ ഹൗളിംഗ് ഡോഗ് കുരയ്ക്കുന്ന പട്ടി. എവിടെയുള്ള? ബൈ മീൻസ് നിയർ. ദ ഡോർ വാതിൽ, ഓഫ് ദി ഹൗസ് വീട്ടിന്റെ വാതിലിനരികെ നിന്ന് കുരയ്ക്കുന്ന പട്ടിയും. ദ ബാറ്റ് എന്നാൽ കടവാതിൽ. ദാറ്റ് ലൈസ് എന്നാൽ കിടക്കുന്ന എന്നർത്ഥം. ദാറ്റ് ലൈസ് ഇൻ ബെഡിൽ കിടക്കുന്ന എന്നാൽ ഇവിടെ അർത്ഥം ഉറങ്ങുന്ന. എപ്പോൾ ഉറങ്ങുന്ന? അറ്റ് നൂൺ എന്നാൽ ഉച്ച. ഇവിടെ പകൽ എന്നാണ് അർത്ഥം. പകൽ ഉറങ്ങുന്ന വവ്വാലും. ഓൾ എല്ലാവരും. ലവ് ഇഷ്ടപ്പെടുന്നു. ടു ബി ഔട്ട് പുറത്തിറങ്ങാൻ. ബൈ ദി ലൈറ്റ് എന്നാൽ വെളിച്ചത്തിൽ. ഓഫ് ദി മൂൺ ചന്ദ്രന്റെ വെളിച്ചത്തിൽ പുറത്തിറങ്ങാൻ എല്ലാവരും ഇഷ്ടപ്പെടുന്നു. ആരൊക്കെയാണവർ? ഈ സെക്കൻഡ് സ്റ്റെൻസ നമുക്ക് നോക്കാം. ചീറ്റുന്ന പൂച്ചയും കിറുകിറാ ശബ്ദമുണ്ടാക്കി കരയുന്ന എലിയും വീട്ടുവാതിലിനരികെ നിന്ന് കുരയ്ക്കുന്ന പട്ടിയും ഉച്ചയ്ക്ക് അഥവാ പകലുറങ്ങുന്ന വവ്വാലിനും ചന്ദ്രന്റെ പ്രകാശത്തിൽ പുറത്തിറങ്ങാൻ ഇഷ്ടപ്പെടുന്നു. ഈ രണ്ട് സ്റ്റെൻസയും ചന്ദ്രന്റെ പ്രകാശവുമായി ബന്ധപ്പെട്ടാണ്. നമുക്കിനി തേർഡ് സ്റ്റെൻസ നോക്കാം. നോക്കൂ. ബട്ട് എന്നാൽ ഓൾ ഓഫ് ദ തിങ്സ് എന്നാൽ വസ്തുക്കൾ. ഓൾ ഓഫ് ദ തിങ്സ് എല്ലാ വസ്തുക്കളും ദാറ്റ് ബിലോങ് ടു ദി ഡേ. ബിലോങ് എന്നാൽ ഉൾപ്പെടുന്ന. ദാറ്റ് ബിലോങ് ടു ദി ഡേ പകലിൽ ഉൾപ്പെടുന്ന എല്ലാ വസ്തുക്കളും. കഡിൽ ടു സ്ലീപ്പ്. കഡിൽ എന്നാൽ സ്നേഹത്തോടെ ചേർന്ന് കിടക്കുക. കഡിൽ ടു സ്ലീപ്പ് എന്നാൽ സ്നേഹത്തോടെ കിടന്നുറങ്ങുന്നു. എന്തിനാണ് കിടന്നുറങ്ങുന്നത്? ടു ബി ഔട്ട് ഓഫ് ഹെയർ വേ. ഹെയർ എന്നാൽ ഇവിടെ ചന്ദ്രന്റെ എന്നാണ് അർത്ഥം. ടു ബി ഔട്ട് ഓഫ് ഹെയർ വേ അവളുടെ വഴിയിൽ നിന്നും മാറി നിൽക്കാൻ. അതായത് ചന്ദ്രന്റെ വഴിയിൽ നിന്നും മാറി നിൽക്കാൻ പകലിൽ പെടുന്ന എല്ലാ വസ്തുക്കളും സ്നേഹത്തോടെ ചേർന്ന് കിടന്നുറങ്ങുന്നു. എന്തിനാണ് ഇങ്ങനെ സ്നേഹത്തോടെ ചേർന്ന് കിടന്നുറങ്ങുന്നത്? യെസ്, രാത്രിയിൽ ചന്ദ്രന്റെ വഴിയിൽ തടസ്സമുണ്ടാകാതിരിക്കാൻ. നോക്കൂ, പകലിൽ പെടുന്നവരെ നോക്കൂ. ആൻഡ് ഫ്ലവേഴ്സ് ആൻഡ് ചിൽഡ്രൻ പൂക്കളും കുഞ്ഞുങ്ങളും. ക്ലോസ് ദെയർ ഐസ് അവരുടെ കണ്ണുകൾ അടയ്ക്കുന്നു. അവരുടെ കണ്ണുകൾ അടയ്ക്കുക എന്നതിനർത്ഥം അവർ ഉറങ്ങുന്നു. എപ്പം വരെ നോക്കൂ? ടിൽ വരെ. അപ്പ് ഇൻ ദ മോർണിംഗ് ദ സൺ ഷാൾ എറൈസ്. അപ്പ് ഇൻ ദ മോർണിംഗ് ദ സൺ ഷാൾ എറൈസ് എന്നതിന്റെ അർത്ഥം ടിൽ ദി സൺ റൈസസ് ഇൻ ദ മോർണിംഗ്. രാവിലെ സൂര്യൻ ഉദിക്കുന്നത് വരെ. അതായത് രാവിലെ സൂര്യൻ ഉദിക്കുന്നത് വരെ പൂക്കളും കുഞ്ഞുങ്ങളും ഉറങ്ങുന്നു. എന്തിനാണ് അവർ ഇങ്ങനെ ഉറങ്ങുന്നത്? യെസ്, ചന്ദ്രന്റെ വഴി തടസ്സപ്പെടാതിരിക്കാൻ. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ സ്റ്റെൻസ ഒന്നുകൂടി നോക്കാം. പകൽ സമയത്ത് സജീവമാകുന്ന പൂക്കളും കുഞ്ഞുങ്ങളും എല്ലാം രാത്രിയിൽ വരുന്ന ചന്ദ്രന്റെ വഴിയിൽ തടസ്സമില്ലാതാക്കാൻ സ്നേഹത്തോടെ ചേർന്ന് കിടന്നുറങ്ങുന്നു. ഈ കവിത ചന്ദ്രന്റെ സുന്ദരമായ മനോഹരമായ രാത്രിയിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ഒപ്പം പ്രകൃതിയോടുള്ള സ്നേഹവും പ്രകടമാക്കുന്നു. നമുക്ക് പോയറ്റിനെ ഒന്ന് പരിചയപ്പെടാം.
എബൌട്ട് ദി പോയറ്റ്, പോയറ്റിനെ കുറിച്ച്. റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ, അദ്ദേഹം 1850 ജനിക്കുകയും 1894 മരിക്കുകയും ചെയ്തു. റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ വാസ് എ സ്കോട്ടിഷ് നോവലിസ്റ്റ്, എസ്സൈസ്റ്റ്, പോയറ്റ് ആൻഡ് ട്രാവൽ റൈറ്റർ. റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ ഒരു സ്കോട്ടിഷ് നോവലിസ്റ്റും ലേഖകനും കവിയും സഞ്ചാര സാഹിത്യ രചയിതാവുമാണ്. He is best known for works such as Treasure Island, Kidnapped and A Child's Garden of Verses. അദ്ദേഹത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ പ്രശസ്തമായ കൃതികൾ ട്രഷർ ഐലൻഡ്, കിഡ്നാപ്ഡ്, എ ചൈൽഡ്സ് ഗാർഡൻ ഓഫ് വേഴ്സസ് മുതലായവയാണ്. ഇതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസും നമുക്ക് ഒരുമിച്ച് അടുത്ത പാർട്ടിൽ ചെയ്യാം. ഓക്കെ ഡിയേഴ്സ്, കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് ഞങ്ങളെ ഒന്ന് സഹായിക്കണേ. ഓക്കെ ഡിയേഴ്സ്.